നമുക്ക് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോയാലോ പല്ലവി? മറ്റൊരു വഴി ഞാൻ കാണുന്നില്ല. എൻ്റെ കൂടെ നീ വരില്ലേ? അയാളുടെ കണ്ണുകൾ നനഞ്ഞിരുന്നു. അവളെ അയാളുടെ നെറുകയിൽ തലോടി. എല്ലാവരും നമുക്ക് അങ്ങനെ രക്ഷപ്പെടാനാവോ നീരു? എനിക്കറിയില്ല പല്ലവി. അവളെ അയാളുടെ കൈകൾ പിടിച്ചു. നമ്മുടെ നിളയെ ഓർക്കണ്ടേ? അവളുടെ കണ്ണീരെ കണ്ടിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നമുക്ക് കഴിയും. നിളയെ അനന്ത് വിവാഹം കഴിക്കണമെങ്കിൽ അനന്തുവിൻ്റെ സഹോദരി ആമിയെ നീരവ് വിവാഹം കഴിക്കണമെന്നല്ലേ അവർ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ വിവാഹം വേണ്ടാന്ന് നോക്കിയല്ലേ വേണ്ടത്. അല്ലാതെ എൻ്റെ ജീവിതം വെച്ച് വിലപിച്ചുമ്പോൾ അത് സമ്മതിക്കാൻ എനിക്കാവില്ല. നമ്മളൊരുപാട് സ്നേഹിച്ചതല്ലേ. ഇനിയെങ്കിലും നമുക്കൊരു ജീവിതം വേണ്ട പല്ലവി. ജീവിതം ഉണ്ടല്ലോ നീരു, പക്ഷെ ഒരുമിച്ചായിരിക്കാൻ ഈ ജന്മം വിധി അനുവദിക്കില്ല. അവളുടെ മുഖം ചുവന്നു. പൊട്ടി വന്ന കരച്ചിലിൻ്റെ ചീള അയാൾക്ക് മുമ്പിൽ തെറിച്ച് വീഴും മുമ്പ് അവളെ ആൾക്കരികിൽ നിന്ന് അതിവേഗത്തിൽ നടന്നു നീങ്ങി. വിധി. നീരവിന് പുച്ഛം തോന്നി. എന്നും എല്ലായ്പ്പോഴും ജീവിതത്തിൽ തടസ്സങ്ങളായിരുന്നു. അനിയത്തി നിളക്ക് ക്യാൻസർ ആയിരുന്നു. അതറിഞ്ഞ് വീണുപോയതാണ് അച്ഛൻ. അച്ഛൻ്റെ അനിയത്തിയുടെയും ചികിത്സയ്ക്ക് വേണ്ടി ഉണ്ടായിരുന്ന കിടപ്പാടം വിൽക്കേണ്ടി വന്നു. മാറി മാറിയുള്ള വാടക വീടുകളിലേക്കുള്ള ഓട്ടം തുടങ്ങിയെങ്കിലും രണ്ടാളെയും ജീവനോട് തിരിച്ചു കിട്ടി. അച്ഛൻ മരുന്നുകൾ കൊണ്ട് ജീവിക്കുന്നു. നിളക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. തുടക്കത്തിൽ അവളെ രോഗം കണ്ടുപിടിച്ചുകൊണ്ട് അവൾക്ക് പൂർണ്ണമായും സുഖമായി. ഇടയ്ക്ക് പോയി ചെക്കപ്പ് ചെയ്യും. അവൾ മിടുക്കിയായി പഠിച്ച് ജോലിയും വാങ്ങി. പക്ഷെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയ അവളുടെ പ്രണയം ഇന്ന് വിവാഹം വരെ എത്തി നിൽക്കുമ്പോൾ അവളുടെ ഭാവി വരാൻ അനന്തുവിൻ്റെ ഭാഗത്തുനിന്നും ഒരു കണ്ടീഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീരവ് അനന്തുവിൻ്റെ സഹോദരി ആമിയെ വിവാഹം കഴിക്കണമെന്ന്. പണ്ടൊക്കെ സിനിമകൾ കണ്ടിട്ടുണ്ട് അത്തരം മാറ്റക്കല്യാണങ്ങൾ. ഇതിപ്പോൾ ജീവിതത്തിൽ അങ്ങനെയൊന്നും വേണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. എത്രയോ പണ്ടേ തൻ്റെ ജീവനിൽ പതിഞ്ഞ പെൺകുട്ടിയാണ് പല്ലവി. സ്നേഹിച്ചു തുടങ്ങിയ കാലം മുതൽ പ്രാണവായു പോലെയാണ് എനിക്കവൾ. അവളില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരുവനാണ് താൻ. അച്ഛനും അമ്മയും ആമിയുമായുള്ള വിവാഹത്തിന് നിർബന്ധിക്കുകയാണ്. മുമ്പ് ക്യാൻസർ രോഗിയായ ഒരു പെൺകുട്ടി അറിഞ്ഞുകൊണ്ട് വേറെ ആരും വിവാഹം കഴിക്കില്ല പോലും. ഇതാണെങ്കിൽ അവൾ സ്നേഹിച്ച ആളെ അവൾക്ക് കിട്ടും. എനിക്ക് നല്ലൊരു ജീവിതവും കിട്ടും അത്രേ. അവരുടെ സ്വാർത്ഥക്ക് മുമ്പിൽ താൻ നിന്നോടുക്കെന്നാണ് പല്ലവി പോലും പറയുന്നത്. നിളയുടെ സന്തോഷവും സമാധാനവും കളഞ്ഞിട്ട് നമുക്കെങ്ങനെ സന്തോഷമായി ജീവിക്കാൻ കഴിയുമെന്നാണ് അവൾ പറയുന്നത്. അവൾക്ക് അങ്ങനെ പറയാനേ അറിയൂ. ഇത്ര നാൾ കുടുംബത്തിനായി മാത്രം ജീവിച്ച മകനെ മനസ്സിലാക്കാൻ അച്ഛനും അമ്മയും പോലും തയ്യാറല്ല. ദിവസവും 4 മണിക്കൂർ മാത്രം ഉറങ്ങി അറിയാവുന്ന സകല ജോലിയും ചെയ്തിട്ടാണ് 10 സെന്റ് സ്ഥലം ഒരു വീടും വാങ്ങിയത്. അനിയത്തിയെ പഠിപ്പിച്ചു. സ്വന്തം പ്രയത്നത്തിന്റെ ഫലമായി തനിക്ക് സർക്കാർ ജോലിയും കിട്ടി. തന്നെ മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന പല്ലവിയെ പ്രണയിനിയായി കിട്ടി. ഇനിയെങ്കിലും തനിക്കായി ജീവിച്ചു തുടങ്ങണമെന്നൊക്കെയായിരുന്നു ആശ. പക്ഷേ ഒന്നും നടന്നില്ല. എന്തു വേണമെന്നറിയില്ല. പക്ഷേ ഒന്ന് മാത്രം അറിയാം, മറ്റൊരു സ്ത്രീയെ പങ്കാളിയാക്കാൻ തനിക്ക് ഒരിക്കലും ആവില്ല. തന്നെ നിള അവളൊരു ചോദ്യചിഹ്നമായി മുമ്പിൽ നിൽക്കുന്നു. അയാൾക്ക് ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി. പല്ലവി വീട്ടിലെത്തി. പറ്റുന്നില്ല. മനസ്സിൻ്റെ ഈ കടുത്ത ഭാരം താങ്ങാൻ കഴിയുന്നില്ല. വയ്യ. നീരവില്ലാതെ ജീവിക്കാനാവില്ല. കണ്ണുകൾ നീറി പുകയുന്നുണ്ട്. പക്ഷേ ഒരു തുള്ളി കണ്ണുനീരുതിരുന്നില്ല. വരണ്ടുപോയ നദി പോലെ നീർവറ്റിയ കണ്ണുകൾ യാന്ത്രികമായി അവൾ ആ പകൽ തള്ളി നീക്കി. ഉറക്കം വരാത്ത ആ രാത്രിയിൽ അവൾ ജനലിനരികിൽ പോയിരുന്നു. പെട്ടെന്ന് ആർത്തലച്ചു വന്ന മഴ അവളുടെ മുഖത്തേക്ക് തുള്ളികളെ കുടഞ്ഞിട്ടു. അവൾ പതിയെ പുറത്തിറങ്ങി. അവനോടൊപ്പം നനയാൻ കൊതിച്ച മഴ അവൾക്ക് ഹൃദയം പിടയുന്ന പോലെ തോന്നി. അത്ര നേരം പിടിച്ചമർത്തി വെച്ച സങ്കടങ്ങൾ തിക്കുമുട്ടി അവൾ ഉറക്കെ പൊട്ടിക്കരഞ്ഞു. വെറും മണ്ണിലേക്ക് ഊർന്ന് വീണവൾ. കനത്ത മഴനൂലുകളും ചെറുമൺതരികളും അവളുടെ ഉടലാകെ പടർന്നു. കുറേ നേരം അവൾ ഒരേ കിടപ്പ് കിടന്നു. മഴ ശമിച്ചിരിക്കുന്നു. അവൾ പതിയെ എഴുന്നേറ്റ് മുറിയിലെത്തി. നാളെ ഡൽഹിയിലുള്ള തൻ്റെ കസിൻ്റെ അടുത്തേക്ക് പോകണം. അവിടെ തന്നെ ഒരു ജോലി കണ്ടുപിടിക്കണം. ഇനി ഒരിക്കലും ഈ നാട്ടിലേക്ക് മടങ്ങി വരാൻ എനിക്ക് കഴിയില്ല. അവൾ ഉറച്ച തീരുമാനത്തിലെത്തി. അച്ഛനും അമ്മയും വേർപിരിഞ്ഞാൽ പിന്നെ അമ്മാവിൻ്റെ വീട്ടിലായിരുന്നു തൻ്റെ ജീവിതം. ഇല്ലായ്മകൾക്കിടയിലും പറ്റുന്ന പോലെ അവരെന്നെ സംരക്ഷിച്ചു. അമ്മാവിൻ്റെ 2 ആൺമക്കളും വിവാഹിതരായതോടെ ഇനിയും താൻ അവിടെ തുടരുന്നത് ശരിയല്ലെന്ന് തോന്നിയപ്പോൾ ജോലി സ്ഥലത്തിനടുത്തൊരു വീടെടുത്ത് മാറി. എങ്കിലും ജീവിതത്തിൽ ആദ്യമായി സ്നേഹം എന്താണെന്ന് അറിഞ്ഞത് നീരവിൽ നിന്നാണ്. അയാൾക്കൊപ്പം ഒരു ജന്മം മുഴുവൻ ജീവിക്കാൻ മോഹിച്ചു പോയി താൻ. പക്ഷേ മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ട് ഒന്നും നേടാൻ തനിക്കാവില്ല. അറിയില്ല താനിങ്ങനെയൊന്നും മനുഷ്യർക്ക് മുമ്പിൽ തോറ്റുപോകുന്ന എന്തുകൊണ്ടാണെന്ന്. പിറ്റേന്ന് അവൾ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ ഒരു ബാഗിലാക്കി. എത്രയും വേഗം ഇവിടുന്ന് ഓടി ഒളിക്കണം, ഇല്ലെങ്കിൽ തൻ്റെ ഹൃദയം പൊട്ടിപ്പോവും. അവൾ വേഗത്തിൽ നടന്നു. പെട്ടെന്നാണ് തൊട്ടുമുമ്പിൽ ആരോ വന്ന് നിന്ന്. പല്ലവി ഞെട്ടിലോടെ തല ഉയർത്തി നോക്കി. നീരവിൻ്റെ അനുജത്തി നിളയാണ്. എങ്ങോട്ടാ ഇത്ര ധൃതിയിൽ? ഏയ് എങ്ങോട്ടുമില്ല. ഇങ്ങോട്ട് നോക്കി എൻ്റെ മുഖത്തേക്ക്. എനിക്കറിയാം എല്ലാം ഉപേക്ഷിച്ചുള്ള പോക്കാണിതെന്ന്. ഏയ് ഇല്ല, അങ്ങനെയൊന്നുമില്ല. വേണ്ട, നുണ പറയാൻ എൻ്റെ ഈ പാവം ചേച്ചിക്ക് അറിയില്ല. ഇപ്പം എന്നെ ഓർത്തിട്ടല്ല ഇങ്ങനെയൊക്കെ. അല്ല, ചേച്ചി കരുതുന്നുണ്ടോ ഈ ജന്മത്തിലേട്ട മറ്റൊരാളെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമെന്ന്? ഈ ജന്മത്തിലെന്നല്ല,
100 ജന്മമുണ്ടെങ്കിലും അന്നെല്ലാം ചേച്ചിയല്ലാതെ മറ്റാളെയും സ്നേഹിക്കാൻ ഏട്ടന് കഴിയില്ല. എൻ്റെ സ്നേഹത്തിന് വില പറഞ്ഞ അനന്തുവിനോടൊപ്പം ജീവിക്കാൻ ഞാൻ ഒരുക്കമല്ല. മോളെ ഒന്നുകൂടി ആലോചിച്ചിട്ട് മതി. നീ ഒത്തിരി സ്നേഹിച്ചല്ല അനന്തുവിനെ? അതെ, സ്നേഹിച്ചത് ഞാനായിരുന്നു. അവൻ എന്നോട് ആത്മാർത്ഥ സ്നേഹമായിരുന്നെങ്കിൽ ഒരിക്കലും അവൻ എൻ്റെ സ്നേഹത്തിന് വില പറയില്ലായിരുന്നു. ഇന്നലെ അവൻ പറഞ്ഞു ആമിയായിട്ടും വിവാഹം ചെയ്താലേ എൻ്റെ അനന്ത് വിവാഹം കഴിക്കുമെന്ന്. അങ്ങനെ ഒരു തന്നെ എനിക്ക് വേണ്ട ചേച്ചി. അവനോട് വിവാഹത്തിൽ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. അവൾ പതിയെ ചിരിച്ചു. പല്ലവിക്ക് ഒരേ സമയം ചിരിയും കരച്ചിലും വന്നു. ഏട്ടൻ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഇതുവരെയും വീട്ടിൽ വന്നിട്ടില്ല. അമ്പലക്കുന്നിലെ പാറപ്പുറത്ത് വരെ ഇരിപ്പ. അമ്മ വിളിച്ചിട്ട് പോലും വരുന്നില്ല. ഇന്നലെ പെരുമഴ പെയ്തിട്ട് പോലും അവിടെ ഇരുന്നു. നിങ്ങളെപ്പോലെ ഈ ലോകത്ത് ആർക്കും പരസ്പരം സ്നേഹിക്കാൻ പറ്റില്ല. എന്നും കുടുംബത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെച്ചാണ് എൻ്റെ ഏട്ടൻ. ഇനിയെങ്കിലും ഒന്ന് ജീവിക്ക് രണ്ടാളും. കൊതി തീരെ സ്നേഹിക്കേ. നിങ്ങളെ പറഞ്ഞു പൂർത്തിയാക്കും മുമ്പേ പല്ലവി ഓടുകയായിരുന്നു. ഓടിയണച്ച അമ്പലക്കുന്നിൻ്റെ ചെരുവിലെ പാറപ്പുറത്തെത്തി. പാറപ്പുറത്തേക്ക് ചാഞ്ഞ് നിറയെ പൂത്ത ചെമ്പകം നിൽക്കുന്നുണ്ട്. അതിന് ചുവട്ടിലായി നീരവ് കിടപ്പുണ്ട്. നേർത്ത കാറ്റിൽ ചെമ്പകത്തിൻ്റെ ഗന്ധം. അവൾ ഓടി അടുത്ത് ചെന്നു. നീരവ് കണ്ണുകൾ അടച്ചിട്ടുണ്ടെങ്കിലും ഇരുചെന്നയിലൂടെയും കണ്ണുനീർ ഒഴുകിയിട്ടുണ്ട്. ഒരു പുരുഷൻ സ്വയം മറന്ന് കരയുകയാണ്. അവൻ മനസ്സിനെ നിയന്ത്രിക്കാൻ നോക്കുകയാണ്. തൻ്റെ പുരുഷനാണത്. നിസ്സഹായനായ ഒരു കുഞ്ഞിനെ പോലെ ആരും കാണാതെ ഒറ്റയ്ക്കിരുന്ന് കരയുകയാണ്. താൻ വന്ന് നീരവ് അറിഞ്ഞിട്ടില്ല. അവൾ അവൻ്റെ അരികിലിരുന്നു. അവൻ്റെ ഇരുമിഴികളിലും അമർത്തി ചുംബിച്ചു. കണ്ണുനീർ അവളുടെ ചുണ്ടിൽ പടർന്നു. അയാളുടെ കവിളിലൂടെ ഒഴുകിപ്പടർന്ന കണ്ണുനീർ അവൾ തുടച്ചു. നീരവ്, ഇന്നലെ മഴ മുഴുവൻ നനഞ്ഞുവല്ലേ? അവൻ കണ്ണുറക്കാതെ ചോദിച്ചു. ഉവ്, അതെങ്ങനെ അറിഞ്ഞു? എനിക്കറിയാം. നീ കരഞ്ഞ ചിരിച്ച ഒക്കെ എനിക്കറിയാം. അതെ, ആ കണ്ണും തുറന്നേ. നിള എന്നെ കാണാൻ വന്നിരുന്നു. ഇനി ആര് പറഞ്ഞാലും ഈ മനുഷ്യനെ ഞാൻ ആർക്കും കൊടുക്കില്ല. നീ പറഞ്ഞ സത്യമാണോ? അയാളുടെ കവിളുകൾ വിറകൊള്ളുന്നുണ്ടായിരുന്നു. ചുണ്ടുകൾ എന്തോ പറയാൻ വെമ്പി വിറച്ചങ്ങനെ. നീരവ്, അയാൾക്ക് മാത്രം കേൾക്കാവുന്ന ഒച്ചയിൽ അവൾ പതിയെ വിളിച്ചു. എത്രയോ കാലങ്ങളെ അടക്കി വെച്ച മുഴുവൻ സ്നേഹത്തോടെയും അയാൾ അവളെ ഇറുക്കെ ചേർത്തണച്ചു. അവൾ അയാളിലേക്ക് കൂടുതൽ പറ്റിച്ചേർന്നിരുന്നു. ഇനിയൊരിക്കലും മറന്നു പോവാനാവാതെ രണ്ടുപേർ. അത് കണ്ടിട്ടാവണം ചെമ്പകമര നിറയെ പൂക്കൾ അവർക്ക് മേലേക്ക് ഒഴിച്ചിട്ടു.